ഹായ് ഡിയേഴ്സ്. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്, ഒന്ന് വിചാരിക്കരുത് കേട്ടോ. മൊബൈലിൽ ഒട്ടും സ്പേസ് ഇല്ല, അപ്പോൾ ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി യൂട്യൂബിലേക്ക് ഡൗൺലോഡ് ചെയ്ത് അത് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാമല്ലോ മൊബൈലിൽ നിന്ന്. അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഇടുന്നതാണ് കേട്ടോ വീഡിയോ. അതായത് നമ്മുടെ അഴീക്കോട് മുസ്രീസ് ബീച്ച് ഫെസ്റ്റിവൽ നടന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. കുറച്ചായി, വെക്കേഷനായിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. വെക്കേഷനായിരുന്നു, അതായത് ക്രിസ്മസ് വെക്കേഷനോ ഏതോ വെക്കേഷന് ആണ് ഈ സംഭവം നടന്നത്. അപ്പോൾ മറൈൻ അക്വേറിയം നമ്മൾ ബീച്ച് ഫെസ്റ്റിവലിന് എല്ലാ തവണ ഇങ്ങനെ പോകലുണ്ടെങ്കിലും നമ്മളിങ്ങനെ മറൈൻ അക്വേറിയത്തിലൊന്നും അങ്ങനെ കയറലുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം പിന്നെ മോൾക്ക് ഇതൊക്കെ കാണാൻ കുഞ്ഞാണല്ലോ, അപ്പോൾ അവൾക്ക് അതൊക്കെ ഇഷ്ടമായിരിക്കും. ഇപ്പം എനിക്ക് കാണാൻ ഇങ്ങനെ കളറുള്ള സാധനങ്ങൾ എന്നൊക്കെ തോന്നിയത് കൊണ്ട് നമ്മൾ അങ്ങനെ കയറിയാണ്. ഡാഡിന് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. മീനെ വേണമെന്നൊക്കെ പറയും, അയ പറച്ചിൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ആൾക്ക്. ടോയ്സ് എവിടെ പോയാലും ടോയ്സ് അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ കാണാൻ കയറിയാണ്. സത്യം പറഞ്ഞാൽ എന്ത് രസമാണെന്ന് അറിയുക കാണാനായിട്ട്. കാണാത്തവരെന്തായാലും കയറി കാണണം കേട്ടോ. ഇനിയിപ്പോഴല്ല, ഇനി അടുത്ത തവണ വരുമ്പോൾ. ഇപ്പോൾ അതൊക്കെ കരിക്ക് കഴിഞ്ഞു പോയി, ഇനിയിപ്പം നമുക്കും നമ്മൾ സ്ലോ ആയിപ്പോയി. അപ്പോൾ ഈ ചിപ്പണ്ണീനെ ചേട്ടൻ ഇങ്ങനെ മീനുകളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഓരോരോ കളർ മീനൊക്കെ കാണുമ്പോൾ അവൾ കാണിച്ചു കൊടുക്കണം. അല്ലേ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് കയറുന്നതാണ്, ഭയങ്കര ഇഷ്ടമായി ഈ മീനുകളൊക്കെ. നല്ല നല്ല വലിയ മീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ടാണ്. കുറേ ഉണ്ട് കാണാനായിട്ടിട്ടാ. നമുക്കിങ്ങനെ കുറേ നടന്ന് കാണാനുള്ളതുണ്ട്, പലതരത്തിലുള്ളത്, ഇത്രയും തരത്തിലുള്ള മീനുകളുണ്ട് നമ്മൾ അപ്പോഴേക്കും അറിയുന്നത്. പിന്നെ നമ്മൾ കണ്ടത് മറ്റേ ഒരു മത്സ്യകന്യൊക്കെ, ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള മത്സ്യകന്യ കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. മോൾ അതിനായിട്ട് ഭയങ്കര ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ വീഡിയോ. പക്ഷേ എൻ്റെ ഇത് പോയി എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അതായത് അവളിത് അവിടെ കൈ കൊണ്ടൊക്കെ കാട്ടുണ്ട് കേട്ടോ. ചിപ്പണ്ണിതേ കണ്ട അവിടെ കൈ കൊണ്ടൊക്കെ കാട്ടുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പക്ഷേ മോൻ്റെ അതൊക്കെ പേടിയൊന്നും പറഞ്ഞിട്ട് അവൻ മാറിയിരുന്നു. പിന്നെ അവനിങ്ങനെ പുറത്തിറക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ തിന്നാൻ അല്ലെങ്കിൽ ടോയ്സ് തിന്നാൻ. പിന്നെ ഞാനും എക്സ്പേർട്ടാണ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കാണുമ്പോൾ ഓരോന്നിങ്ങനെ പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് പോയ്സൺ വന്ന് കിടക്കുമ്പോൾ അതേപോലെ അങ്ങോട്ട് കിടക്കാമെന്ന് മാത്രം. പക്ഷേ ഇങ്ങനെ തിന്നാനും ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ചുപ്പെണ്ണിങ്ങനെ നിൽക്കണതാണ്. ആളിങ്ങനെ പതുക്കനൊക്കെ നടന്നൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആളിങ്ങനെ അഴിച്ചു വിടാനൊക്കെ ഇങ്ങനെ കടപ്പുറത്തൊക്കെ ഇങ്ങനെ അഴിച്ചു വിടലായിരുന്നു. ചേട്ടനും അനിയത്തിയും കൂടെ ഉള്ള കുറുമ്പുകളും കാര്യങ്ങളൊക്കെയാണ്. ബീച്ച് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു വികാരമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ടൈമാണ്. അപ്പം ഇങ്ങനെ ബീച്ച് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു തവണയൊക്കെ പോകാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പോയത് തന്നെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് മുമ്പൊന്നും ടൈം കിട്ടില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതിലാണ്. പിന്നെ ഉപ്പിലിട്ട സാധനങ്ങൾ, അത് എൻ്റെ മോൻ്റെ വീക്ക്നെസ്സാണ് കേട്ടോ. അത് അതിന് ഇഷ്ടമുള്ള കാര്യമാണ്. അത് എവിടെ ചെന്നാലും ഉപ്പിലിട്ട സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കടികളില്ലേ, എണ്ണക്കടികൾ, മുട്ട ബജ്ജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ, കായ ബജ്ജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരു ഷോപ്പിൽ കയറിയിട്ടാണ്. പിന്നെ ഐസ്ക്രീം അതൊക്കെ മസ്റ്റാണല്ലോ, അതൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ്. മുട്ട ബജ്ജി, മുളക് ബജ്ജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പം ഇച്ചൂന് മുട്ട ബജ്ജി ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് മുട്ട ബജ്ജി ഒക്കെ കായ ബജ്ജിയൊക്കെ ഇങ്ങനെ കൊടുത്തിരുന്നിട്ടാണ്. മുട്ട തിന്നും, അതിൻ്റെ പുറന്തോലൊക്കെ കളയും. പിന്നെ അവളിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നടക്കലും കളികളൊക്കെ ഉണ്ട് കേട്ടോ. ചിപ്പെണ്ണ് ഭയങ്കര ആൾക്കാരായിട്ടൊക്കെ ടാറ്റ കൊടുക്കൽ, ഹായ് കൊടുക്കലൊക്കെ ഭയങ്കര ഇൻട്രാക്റ്റീവാണ് കേട്ടോ ആൾ. നമ്മൾ സാധാ പിള്ളേർക്ക് വേറെ ആൾക്കാരെ കാണുമ്പോൾ ചിലപ്പോൾ നാണായിട്ടൊക്കെ തിരിച്ചു വരും. ആളങ്ങനെ ഒന്നല്ല, ആളിങ്ങനെ ആരെയും മൈൻഡിലാണ്ടൊക്കെ ഇങ്ങനെ നല്ല കൂസലില്ലാണ്ട് ഇങ്ങനെ നടക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവൾക്കൊരു എൻജോയ്മെൻ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവളെയും കൊണ്ട് നടക്കുന്നത്. പിന്നെ അവന് പക്ഷേ ഇതൊന്നും ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഇതൊന്നും കാണാൻ തന്നെ അവൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാട്ടില്ല. അവന് ടോയ് മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ കഴിഞ്ഞു. ബൈ.